ഹായ് ഗൈസ്, നമ്മളങ്ങനെ എല്ലാവരും കോളേജിലെത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ അമ്മയുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി റൈഡിങ് തുടങ്ങിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബസ്സിൽ ഓൺ ദ വേ ടു മൂന്നാറാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. റെസ്റ്റിംഗ് ആണ്, റെസ്റ്റിംഗ് ഇൻ പീസ്. ഹായ് ഗൈസ്, അങ്ങനെ മൂന്നാർ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് മഴയുണ്ട്, പക്ഷെ സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ അവരൊരു ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ കയറിയിട്ടാണ് പോകുന്നത്. നമ്മളിത് ഫ്രണ്ട് സീറ്റിലൊക്കെയാണ് ഇരിക്കുന്നത്, ഡ്രൈവറിന്റെ തൊട്ട്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുള്ളി മണമുള്ള. അങ്ങനെ നമ്മൾ എൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ കോടമഞ്ഞും ഹോഹോ അങ്ങനെ കിടക്കുകയാണ്. വാവ്, ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. അത് തന്നെ, ഇവിടുത്തെ തണുപ്പ് വളരെ അൺസഹിക്കബിൾ ആണ്. കൈയൊക്കെ ഫ്രീസ് ആയി. ഇവിടെയൊക്കെ ഇങ്ങനെ മരവിച്ച് പോയി. ഇവിടെ നമുക്ക് വരയാടുകളെ കാണാം. കാണാൻ പറ്റുമോ? കാണാതിരിക്കും. അത് അവിടെ നിന്ന് അനങ്ങൂല. അതിന് കംഫർട്ട് സോൺ അവിടെയാണ്, അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കും. കോടമഞ്ഞിൽ ഓഹോ, ഇതെടുത്തല്ലേ? ഓക്കെ, കോടമഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ രക്കടമ്പ് പൂക്കുന്നേ. ഗൈസ്, എനിക്ക് 1 മില്യൺ അടിക്കണേണ്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് താഴെ ചാടി കാണിക്കുന്നേ. ഇപ്പൊ തന്നെ ചാടേണ്ടി വന്നേനെ. ഞാൻ ഫിൽറ്റർ ഇടാതെയാണ് ഇടാൻ പോണത്. നാച്ചുറൽ ബ്യൂട്ടി ആണ്. ഇത്രയും ബ്യൂട്ടി ഇവിടെ കൂടി ഇങ്ങനെ ഒലിക്കുന്നു ബ്യൂട്ടി. കുറച്ച് തുടച്ച. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്റെ ഗാലറി വ്ലോഗ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മൾ അങ്ങനെ ഇപ്പൊ വലിയൊരു ഹിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് മെന്റൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ ഇപ്പൊ ഇവിടെ ഫിസിക്കലി എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസാനുണ്ട് ചുറ്റും ഓടുന്നുണ്ട്. ചാനലുണ്ട്. ആദ്യയുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. നമുക്കത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൂറ്? അടിപൊളിയാണ് ഗൈസ്. ഇത് നമ്മുടെ ഫസ്റ്റ്. ഈ കുട്ടി വന്ന നേരം ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമുക്കിനി ഒരുപാട് ദിവസമൊന്നും ഇല്ല, ഇനി ഒരു ഡേ കൂടെ. തണുപ്പല്ലേ? ഓ, കൈ എനിക്കാണെങ്കിൽ കൈയൊക്കെ അടിക്കുമ്പോ ഈ നെർത്തടിക്കുന്ന ഒരു ഫീൽ അല്ലേ? പിന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ജലദോഷം ഉള്ളവർക്ക് ഈ ഒരു തണുപ്പില് മൂക്കള ഫ്രീസ് ആവുമെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്. ഫ്രീസിംഗ് പോയിന്റ് എത്രയാണെന്ന് അറിയാമോ? അതിന് പഠിപ്പിച്ച് പറയൂ. എന്തായാലും 0 ഡിഗ്രിയേക്കാളും മുകളിലൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ ഈ ടെമ്പറേച്ചറിൽ ഫ്രീസ് ആവത്തില്ല, വാട്ടർ പോലും ഫ്രീസ് ആവത്തില്ല. അഡ്വാൻറ്റേജ് ഓഫ് ടേക്കിംഗ് എ പഠിപ്പി വിത്ത് യുവർ ടു. നമ്മള് പ്രകൃതിദത്തമായിട്ടുള്ള പ്യൂർ വാട്ടർ ടെസ്റ്റ് ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് പറയാം, പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യൂ. ഭയങ്കര തണുത്ത വെള്ളമാണ്, ഭയങ്കര തണുപ്പ്. അത് ഫേക്ക് ആണ് ഗൈസ്, അത് ഫേക്ക് ആണ്, അത് ഫേക്ക് ആണ്.
എന്റെ മുടിയൊക്കെ ഐസായത്. നമ്മുടെ വായിന് പുക പോണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാക്യത്തിട്ട് പുകയ്ക്കണം, അല്ലാണ്ട് ഇത് അത് ഫേക്ക് ആണ്. ഇങ്ങനെ ആക്കിയ പുക പോകില്ല. ഗൈസ് നമ്മൾ ലോസ്റ്റ് ആയിരിക്കാണ്, നമ്മുടെ ടീച്ചേഴ്സിനെ ഒന്നും കാണുന്നില്ല, നമ്മൾ ഒറ്റക്കായിരിക്കും. നമ്മുടെ വായിന്ന് പുക പോണു. അന്ധവിശ്വാസം അല്ല, എല്ലാരും വിട്ടുവിട്ടാ പോയി ഉള്ള ഇതൊക്കെ കേട്ടാ. എന്നാലും പോയി ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴൊരു തണുപ്പിങ്ങനെ മാറ്റിയെടുത്ത് പോണ ഒരു ഫീലും ഞാൻ ഉദ്ദേശിച്ച കൊളയട്ടെ. അയ്യോ എനിക്ക് മുള്ളാൻ മുട്ടണം ഇപ്പം. പോയി കേട്ടാ. ആദ്യം നല്ല പുകയുള്ള സമയത്തായോണ്ട് നമ്മള് വിട്ടപ്പോ എല്ലാരും അതിന് പോയി. അത് തന്നെ പൊക്കോ. ആദ്യത്തെ ഷോപ്പിങ്ങിന് പോണതാ. സ്വെറ്ററും ഇടാണ്ട് ഈ നെറ്റ് ഉടുപ്പിട്ടിട്ട് ഞാനിവിടെ സർവൈവ് ചെയ്യണം കൂളായിട്ട്. ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയതുകൊണ്ട്. ഇതാണ് നമ്മുടെ റൂം. വാഷ്റൂം. അതാണ് അവര് 2 ദിവസം ആക്കിയത് കേട്ടോ. അല്ലെങ്കിൽ നല്ല പൈസ. TV ഇടാൻ പറ്റുമോ? ബാൽക്കണി ഉണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. അഞ്ചനാണേ. Day 2 trekking. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഭയങ്കര ചെക്ക് ഇൻ ചെയ്ത് നമ്മളടുത്ത് ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ഇത് നമുക്ക് ട്രെക്കിങ്ങിന് കാണാം. ട്രെക്കിംഗ് പോലീസ് പിടിച്ചോണ്ട് പോണ പോലെ. തെറിച്ചൊന്നും പോരല്ലേ. നോക്കൂ എല്ലാരും ബാക്കിലോട്ട് നോക്കൂ. ഇപ്പുറത്ത് നോക്കൂ ഈസാന. നമ്മുടെ ആദിത്യാണ് എല്ലാം എഴുതി കൊടുക്കുന്നത്. നമുക്ക് എന്ത് വെച്ചാലും ആദിത്യാണ് ഉത്തരവാദിത്തം എന്നാണ് എഴുതി കൊടുക്കുന്നത്. വിട്ട് വീ ആദിത്യ 21. ട്രെക്കിംഗ് ഗൈസ്, നമ്മൾ ട്രെക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാരും ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ കാണാൻ പറ്റല്ലോ. നോക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല. പണ്ട് എന്നാലും
നീ ഇങ്ങനെ ഇങ്ങനെ ആക്കും. അപ്പൊ ഇങ്ങനെ 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 ഇങ്ങനെ. ഞാൻ എടുത്തോ, നീ കുനിയോ സാധ്യമുണ്ട് ഇതിനകത്ത്. നമുക്ക് ആദ്യനെ കൊണ്ടിട്ട് അതേ ബാക്കിന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഇടാൻ പോണേണോ ആദ്യത്തെ? കുനിഞ്ഞിരി അവിടെ. എവിടെ ആദ്യത്തെ? എവിടെ എന്തോ ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഏതൊരു ഹിൽ സ്റ്റേഷൻ ആണ്. ചാന്ദിന്റെ സ്വെറ്റർ ഒക്കെ ഇട്ട് വരെയാണ് നമ്മളെല്ലാരും സ്വെറ്റർ ഒക്കെ ഇടണം. ഹലോ ഗായ്സ്, ഇവിടെ ഭയങ്കര മഞ്ഞാണ്. നമുക്ക് ഒന്ന് ചുറ്റുള്ളതാണ്. നോക്കിയേ, പുതിയ കൂട്ടുകാരൻ കാര്യമാണെന്ന് അറിഞ്ഞൂടെ. എന്നാലും എന്നെ തന്നെ നോക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടെങ്കിലും. Come on, up, up, up. അത് അരങ്ങണാന്ന് പറയണേ എന്റെ അടുത്ത്. Come on, up, up, up. No, 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 statue പോലെ. ഹായ് ഗായ്സ്. അല്ല, ഇത് പോകുക മണം പുക മണമുണ്ട്. അപ്പൊ ഇവര് ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിട്ട് കോട എന്ന വ്യാജേന ഇവിടെ ഇട്ട് കൂട്ടിയിട്ട് പുകയ്ക്കുകയാണ്. സത്യം, പുക എവിടെ നിന്നും കണ്ടു. പക്ഷെ മൊത്തത്തിൽ തണുപ്പുണ്ട്. പുകയാണ് കാണുമ്പോ കണ്ടില്ലേ, കോട മഞ്ഞ് പോലും ഉണ്ട്. പക്ഷെ തണുപ്പുണ്ട് നല്ലതായിട്ട്. പക്ഷെ എന്തൊരു പുകമാണ് അല്ലേ. പക്ഷെ ഇവിടെ ഇല്ല. എന്തായാലും ഒരു പരസ്യമാണ്. എനിക്ക് വേറെ ഒന്നും. ഇനി കോടയ്ക്ക് പുകയുടെ മണമായിരിക്കും. എന്നാലും കോടയ്ക്ക് എന്താ മണം? കമന്റ് ഗൈസ്, കമന്റ്. What is the smell of കോട? കോട മീൻസ് വെള്ളത്തിൽ മണമില്ലേ? വെള്ളം അത് കോടയുടെ രൂപത്തിലാവുമ്പോ ചിലപ്പോ മണം വന്നേക്കും. കാണിച്ചോ? വെറുതെ ഷോ കാണിക്കണം, വാങ്ങാനൊന്നും പോകുന്നില്ല. ഇപ്പൊ നോക്കോ, ഭയങ്കര ഷോ ആയിരിക്കും. എന്നിട്ട് ഇപ്പൊ തിരിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഇപ്പൊ നോക്കോ ഗൈസ്, ഭയങ്കര ഷോ ആയിരിക്കും. ഇപ്പൊ കാണിച്ചു തരാം. നൈസ്ലി അവിടെ വെച്ചിട്ട് പോരും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സത്യമായിരിക്കും. കോട പറക്കുന്നു.